നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അനധികൃതമായി സർവീസ് നടത്തുന്ന സ്വകാര്യ കാറുകളിൽ കയറുന്നവരും ഇനി പിഴ ഒടുക്കണമെന്ന അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ്. നഗരത്തിൽ നിന്നും അടുത്ത പ്രദേശങ്ങളിലേക്കും ചുറ്റുവട്ടങ്ങളിലേക്കും അനധികൃതമായി സർവീസ് നടത്തുന്ന വാഹനങ്ങളിൽ കയറിയാലും പിടിക്കപ്പെട്ടാൽ പിഴ അടയ്ക്കേണ്ട അവസ്ഥയാണ്. അതേപോലെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഇത്തരം വാഹനങ്ങളിൽ അനധികൃതമായി യാത്രക്കാരെ കൊണ്ടുപോകുന്നവർക്കെതിരെയും ശക്തമായ നടപടിയുണ്ടാകും. ഇതിനു പുറമെയാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കും പിഴ ചുമത്തുന്നത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാകുന്നതിനാലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ്. സ്വകാര്യ വാഹനങ്ങളിൽ അനധികൃതമായി യാത്രക്കാരെ കൊണ്ടുപോകുന്നത് സാമൂഹികവും സാമ്പത്തികവും സുരക്ഷാപരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. സ്വകാര്യ കാറുകൾ ഉപയോഗിച്ച് ടാക്സി സർവീസ് നടത്തുന്ന ചില ഡ്രൈവർമാർക്ക് UAE ലൈസൻസ് ഇല്ലെന്നും അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരാകാമെന്നും പോലീസ് പറഞ്ഞു. അനധികൃത ടാക്സികളായി പ്രവർത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങളിൽ കയറരുതെന്നും ജനങ്ങളോട് അബുദാബി പോലീസ് അഭ്യർത്ഥിച്ചു. സംയോജിത ഗതാഗത വകുപ്പുമായി സഹകരിച്ച് അനധികൃത ടാക്സികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നിയമലംഘകരെ പിടികൂടുന്നതിനായി പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കിയതായും അബുദാബി പോലീസ് പറഞ്ഞു. നിയമവിരുദ്ധമായ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് സമൂഹത്തിന്റെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അനധികൃത വാഹനങ്ങളിൽ കയറി യാത്രക്കാർ അപകടത്തിൽപ്പെടുകയാണെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. അനധികൃതമായ യാത്രക്കാരെ കയറ്റിയാൽ 3000 ദിർഹം പിഴയും 24 ട്രാഫിക് പോയിന്റുകളും കാർ 30 ദിവസത്തേക്ക് പിടിച്ചെടുക്കലുമാണ് ശിക്ഷ. അപകടം നടന്നാൽ ഡ്രൈവർ അജ്ഞാതനോ ലൈസൻസ് ഇല്ലാത്തവരോ ആയതിനാൽ നിയമപരമായ നടപടികൾ ബുദ്ധിമുട്ടാണ്. അനധികൃതമായി യാത്രക്കാരെ കടത്തിക്കൊണ്ടുപോകുന്ന ആയിരക്കണക്കിന് സ്വകാര്യ കാറുകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. അന്താരാഷ്ട്ര സുരക്ഷാ ആവശ്യകതകൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി അംഗീകൃതവും ലൈസൻസ് ഉള്ളതുമായ ടാക്സികൾ മാത്രമേ താമസക്കാർ ഉപയോഗിക്കാവൂവെന്നും അബുദാബി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ മേജർ താലിബ് സലീം അൽ കർബാനി പറഞ്ഞു. അനധികൃത ടാക്സികൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. എല്ലാവരുടെയും സുരക്ഷ കാത്തു സൂക്ഷിക്കുന്നതിനായി നിയമവിരുദ്ധമായ ഗതാഗതത്തെ ചെറുക്കുന്നതിൽ അധികാരികളുമായി സഹകരിക്കാനും ജാഗ്രത പാലിക്കാനും ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.